ഹലോ വേൾഡ്, വെൽക്കം ടു ആർട്ടിസ് അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിനക്സിലെ ഫയൽ പെർമിഷൻസിനെ പറ്റിയിട്ടാണ്. ഫയൽ പെർമിഷൻസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലിനക്സിലെ യൂസേഴ്സും ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളൊരു ബേസിക് കാര്യം കൂടി വേണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫയൽ സ്ട്രക്ചറിനെ പറ്റി പഠിച്ചായിരുന്നു. അപ്പോൾ ചില ഫോൾഡറിലൊക്കെ പോയിട്ട് നമ്മൾ LS കമാൻഡ് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു പെർമിഷൻ ഡിനൈഡ് ഒരു എറർ വന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആ പെർമിഷൻ എന്താണെന്ന് പഠിക്കാം. ഈ ലിനക്സ് യൂസ് ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരുപാട് ഡൗട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും പെർമിഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ യൂസേഴ്സും ഗ്രൂപ്പും പെർമിഷനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് അത് എന്തിനാണല്ലേ എന്നാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യണത് ഒരു അക്കൗണ്ടിൽ വെച്ചിട്ടല്ലേ. അതുപോലെ തന്നെയാണ് ലിനക്സിൽ. ആ അക്കൗണ്ടാണ് യൂസർ. അതായത് കമ്പ്യൂട്ടർ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ലിനക്സിൽ യൂസേഴ്സാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു യൂസറാണ്, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളൊരു യൂസറാണ്. നമ്മൾ ടെർമിനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റിൽ തന്നെ കാണാൻ പറ്റും, എൻ്റെ യൂസറിനെയും ഇവിടെ കാണാൻ പറ്റും. പക്ഷേ അതിനൊരു സ്പെഷ്യൽ കമാൻഡ് കൂടി ഉണ്ട്. അതിന് ഹൂ ആം ഐ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഹൂ ആം ഐ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമ്മുടെ യൂസറിനെയും വരും. എൻ്റെ നിഖിൽന്നായതുകൊണ്ട് നിഖിൽന്ന് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ലിനക്സ് സിസ്റ്റത്തിലും ഒരു സ്പെഷ്യൽ യൂസർ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടോ. അതിൻ്റെ പേരാണ് റൂട്ട് യൂസർ. അതായത് ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിലെ വിൻഡോസിൽ, അതേപോലെ തന്നെയാണ് ലിനക്സിലെ റൂട്ട് യൂസർ. റൂട്ട് യൂസറിന് സിസ്റ്റത്തിൽ എന്തും ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം നമ്മളൊരു സാധാ യൂസർ അക്കൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റൂട്ടിൻ്റെ പെർമിഷൻ വേണ്ടി വരും. അങ്ങനെ റൂട്ടിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സൂഡോ എന്ന് പറഞ്ഞിട്ട്, SUDO. അതിൻ്റെ ഒരു ഒറിജിനൽ പേരെന്ന് പറയുന്നത് സൂപ്പർ യൂസർ ഡൂ എന്നായിരുന്നു അതിൻ്റെ ഒറിജിനൽ അർത്ഥം. അപ്പോൾ നമുക്ക് സൂഡോ എങ്ങനെ യൂസ് ചെയ്യണം ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റൂട്ട് ഫോൾഡറിൽ പോയിട്ട് റൂട്ട് യൂസറിൻ്റെ ഹോം ഫോൾഡറായ ഈ റൂട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിൽ LS ടൈപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ LS റൂട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വരിക. അപ്പോൾ ഈ പെർമിഷൻ ഡിനൈഡ് കിട്ടാൻ കാരണം എനിക്കതിനുള്ള പെർമിഷൻ ഇല്ല. സൂപ്പർ യൂസറിന് പെർമിഷൻ വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂഡോ LS റൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ റൂട്ട് യൂസറിന് പെർമിഷൻ ചോദിക്കുകയാണ്, എനിക്ക് ഇതിനകത്ത് ഈ കമാൻഡ് ടൈപ്പ് ചെയ്യണം, LS റൂട്ട് എന്ന് പറഞ്ഞ്. എൻ്റെ എൻ്റർ അടിക്കുന്ന സമയത്ത് എൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ആ LS കമാൻഡ് വർക്ക് ചെയ്ത് എൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടും. അങ്ങനെയാണ് ഈ സൂഡോ കമാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രേ ഓർക്കാനുള്ളൂ. കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുന്ന ഓരോ അക്കൗണ്ടും യൂസേഴ്സാണ്. ഇനി നമുക്ക് ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പേരിലുള്ളത് പോലെ തന്നെ ഒരു കൂട്ടം യൂസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കോളേജിൽ ഒരു സിസ്റ്റം മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗ്രൂപ്പിൽ കുറേ സ്റ്റുഡൻസിനുണ്ട്. ആൻഡ് ആ സ്റ്റുഡൻസിന് ചില ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിനുള്ള പെർമിഷൻ വേണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിന് നമുക്ക് ഈ ഫയൽസിനും ഫോൾഡേഴ്സിനൊക്കെ പെർമിഷൻ കൊടുക്കുക. ആൻഡ് ഇനി നമുക്ക് യൂസേഴ്സ് വരുമ്പോൾ ആ യൂസേഴ്സിനെ പിടിച്ച് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി. അവർക്ക് ഓട്ടോമാറ്റിക്കലി അതിനുള്ള പെർമിഷൻ കിട്ടും. ആൻഡ് അവർ പോകുമ്പോഴും ഈ ഗ്രൂപ്പിൽ നിന്ന് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് അതിനുള്ള പെർമിഷൻ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് വളരെ സിമ്പിളാക്കും ഈ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ യൂസേഴ്സിൻ്റെ ഗ്രൂപ്പ്സ് നോക്കാനുള്ള കമാൻഡ് നോക്കാം. അതിനുള്ള കമാൻഡാണ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ വെറുതെ ഗ്രൂപ്പ്സ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ യൂസർ ഏതൊക്കെ ഗ്രൂപ്പിലെ മെമ്പറാണെന്ന് കാണിക്കും. അപ്പോൾ നിഖിൽ എന്നാണ് ആദ്യം വന്നത്. അതായത് നമ്മുടെ യൂസറിന് സ്വയം ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ലിനക്സിൽ. അതാണ് ആദ്യം കാണിച്ചത്. പിന്നെ ബാക്കി ഞാൻ മെമ്പറായിട്ടുള്ള ഈ നിഖിൽ എന്ന് പറഞ്ഞ യൂസർ മെമ്പറായിട്ടുള്ള ഗ്രൂപ്പ്സാണ്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇനി ഞാൻ ബാക്കി യൂസേഴ്സിൻ്റെ ഗ്രൂപ്പും കാണാൻ പറ്റും. അതിന് നമുക്ക് ഗ്രൂപ്പ്സിൻ്റെ അപ്പോൾ ആ യൂസറിൻ്റെ പേര് കൂടി പറഞ്ഞാൽ മതി. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ ജോൺ എന്ന് പറഞ്ഞൊരു യൂസർ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ജോൺ ടൈപ്പ് ചെയ്യുമ്പോൾ ആ യൂസറിൻ്റെ പേര് കോളൻ ആ യൂസർ മെമ്പറായിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ പേര് ഇങ്ങനെ വരും. ഇനി വേറൊരു കമാൻഡും കൂടി ഉണ്ട്, ID എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ID എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമ്പേഴ്സും കൂടിയും വരും. അതായത് ഓരോ യൂസറിനും അസോസിയേറ്റഡ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അതാണ് ID. അപ്പോൾ UID എന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ ID ആണ്. ഇപ്പം എൻ്റെ യൂസറിൻ്റെ നിഖിൽ എന്ന് പറഞ്ഞ യൂസറിൻ്റെ യൂസർ ID 1000 ആണ്. അതേപോലെ ഗ്രൂപ്പിനും ഒരു ID എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവും, അത് 1000 ആണ്. അതേപോലെ ഞാൻ ബാക്കി മെമ്പറായിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ ഐഡിയും കൂടിയും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഞാൻ വേറെ യൂസറിനെ കാണാൻ പറ്റും. നമുക്ക് ജോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോൺ എന്ന് പറഞ്ഞ യൂസറിൻ്റെ ഗ്രൂപ്പുകളും IDസും കാണാൻ പറ്റും. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടി ഉണ്ട്. ഞാനിപ്പോൾ റൂട്ട് യൂസറിൻ്റെ ഐഡിയും കൂടി നോക്കാം. അപ്പോൾ റൂട്ട് യൂസറിൻ്റെ ID നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്കവാറും 0 ആയിരിക്കും. റൂട്ട് യൂസറിൻ്റെ UIDയും GIDയും 0 ആയിരിക്കും. അതാണ് ഒരു സംഭവം. അപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിനക്സിൽ നമുക്ക് യൂസേഴ്സിന് ഒരുമിച്ച് എല്ലാ സാധനങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് ഗ്രൂപ്പ്സ് ഉള്ളത്. അപ്പോൾ അടുത്തതാണ് വീഡിയോയിലായിട്ട് ഇമ്പോർട്ടൻറ്റ് ഭാഗം, പെർമിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെർമിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിൽ ഒരു
ആൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലിനക്സിൽ പെർമിഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് 3 തരം പെർമിഷനാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് റീഡ് എന്ന് പറയുന്ന പെർമിഷനാണ്. അത് 6 എന്ന ലെറ്റർ വെച്ച് സൂചിപ്പിക്കും. റീഡ് പെർമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലിലെ കണ്ടന്റ് കാണാനുള്ള പെർമിഷനാണ്. ആൻഡ് അതൊരു ഫോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഫോൾഡറിന്റെ ഉള്ളിലത്തെ ഫയൽസ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ LS കമാൻഡ് വെച്ചിട്ട്, അതാണ് റീഡ്. ഇനി റൈറ്റ് അല്ലെങ്കിൽ W എന്ന് പറയുന്ന പെർമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിലെ കണ്ടന്റ് മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ്. ആൻഡ് ഒരു ഫോൾഡർ ആണെന്നുണ്ടെങ്കിൽ അതിൽ പുതിയ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള ഒരു പെർമിഷനാണ്. ഇനി അടുത്തത് എക്സിക്യൂട്ട് അഥവാ X എന്ന് പറയുന്ന ഒരു പെർമിഷനാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയല് പ്രോഗ്രാമായിട്ട് റൺ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. അതായത് നമ്മളിപ്പോൾ കമാൻഡ് ലൈനിൽ കമാൻഡ്സ് അടിക്കുന്നില്ലേ, അതേപോലെ ഒരു ഫയല് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷനാണ് എക്സിക്യൂട്ട്. പിന്നെ അതൊരു ഫോൾഡർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള പെർമിഷനാണ് CD കമാൻഡൊക്കെ വെച്ചിട്ട്, അതാണ് എക്സിക്യൂട്ട്. ഇതാണ് മെയിൻലി 3 പെർമിഷൻസ് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ കണ്ട -L കമാൻഡ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഫോൾഡേഴ്സും ഫയൽസും ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ -L ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പെർമിഷൻസ് വരിക. അപ്പോൾ ഈ പെർമിഷൻ നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 10 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ആൻഡ് അതെന്ന് പറയുന്നത് ആദ്യത്തേത് ഒരു എന്ത് ടൈപ്പ് ഫയലാണെന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ഓരോന്ന് 3 ഗ്രൂപ്പ് വെച്ചിട്ട് ആർക്കൊക്കെ എന്തൊക്കെ പെർമിഷൻ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. D ഫോർ ഒരു ഡയറക്ടറി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഫോൾഡർ ആണ്. അതൊരു സാധാ ഫയലായിരുന്നെങ്കിൽ വെറുതെ ഒരു ഹൈഫൺ ആണ് അവിടെ ഉണ്ടാവുക. ആൻഡ് L എന്ന് പറഞ്ഞിരുന്നത് ലിങ്ക്, നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഒരു സോഫ്റ്റ് ലിങ്കിലാണ് അവിടെ L എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് ഇവിടെ കണ്ടില്ലേ, അതൊരു സോഫ്റ്റ് ലിങ്ക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വരുന്ന 3 ക്യാരക്ടേഴ്സ്, അതായത് ഈ RWX എന്ന് പറയുന്നത് റീഡും റൈറ്റും എക്സിക്യൂട്ടും പെർമിഷൻ ആ യൂസറിന് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആദ്യത്തെ സൈഡിൽ വന്നത് റീഡ് ഉണ്ടെങ്കിൽ അവിടെ R ഉണ്ടാവും, ഇല്ലെങ്കിൽ ഹൈഫൺ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ അവിടെ റീഡ് പെർമിഷൻ ഉണ്ട് യൂസറിന്, റൈറ്റ് പെർമിഷൻ ഉണ്ട് യൂസറിന്, എക്സിക്യൂട്ട് പെർമിഷനും ഉണ്ട് യൂസറിന്. അപ്പോൾ ഈ ഫോൾഡറിൽ റീഡും റൈറ്റും കയറാനും ഉള്ള പെർമിഷൻ ആ യൂസറിനുണ്ട്. പിന്നെ അടുത്ത തന്നെ 3 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ റീഡ് പെർമിഷൻ ഉണ്ട്, പക്ഷേ റൈറ്റ് വരേണ്ട സ്ഥലത്ത് ഹൈഫൺ ആണ്. അപ്പോൾ റൈറ്റ് പെർമിഷൻ ഇല്ല, ആൻഡ് എക്സിക്യൂട്ട് പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫയലിൻ്റെ ഗ്രൂപ്പിന് റീഡും എക്സിക്യൂട്ടും പറ്റും, പക്ഷെ റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ അടുത്ത 3 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് നേരത്തെ കണ്ട പോലെ R-X. അത് അതേഴ്സിനുള്ള പെർമിഷനാണ്, ഈ യൂസറും ഗ്രൂപ്പും അല്ലാത്ത ബാക്കിയുള്ളവർക്ക്. അപ്പം അവർക്കും റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, ആൻഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം മൊത്തം 10 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആദ്യത്തേത് എന്ത് ടൈപ്പ് ഫയലാണെന്നാണ്. പിന്നത്തെ 3 ക്യാരക്ടേഴ്സ് ആ യൂസറിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്നാണ്. പിന്നത്തെ 3 ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്നാണ്. പിന്നത്തെ 3 അതേഴ്സിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൾഡറിൻ്റെ എക്സാമ്പിൾ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ D ഇതൊരു ഡയറക്ടറിയാണ്, ആൻഡ് അടുത്ത യൂസറിന് 3 പെർമിഷൻ, അത് 3 ഉണ്ട്. അതായത് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് പെർമിഷൻ യൂസറിന് ഉണ്ട്, പക്ഷേ ഗ്രൂപ്പിന് ഒരു പെർമിഷനും ഇല്ല. അതേപോലെ തന്നെ അതേഴ്സിനും ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇനി ഈ യൂസറിൻ്റെ ഓണർ, നമ്മളിപ്പോൾ യൂസറും ഗ്രൂപ്പും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ഇവിടെ 2 കാണുന്നത്. ആദ്യത്തേത് ആ ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഫയലിൻ്റെ യൂസർ ആരാണെന്നും ഇത് ഗ്രൂപ്പ് ഏതാണെന്നും. ഇപ്പം നമുക്ക് ഈ എക്സാമ്പിളിൽ ഓണറും റൂട്ടാണ്, ഗ്രൂപ്പും റൂട്ട് തന്നെയാണ്. ഇനി നമുക്ക് പെർമിഷൻസ് എങ്ങനെയാണ് മാറ്റണേന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഹോം ഫോൾഡറിലേക്ക് പോവാണ്. എന്നിട്ട് ഞാനവിടെ കുറച്ച് ഫോൾഡേഴ്സ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ MKDIR ചുമ്മാ നിഖിൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ LS-L അടിക്കുമ്പോൾ അതിൻ്റെ പെർമിഷൻസ് കാണാൻ പറ്റും. ഇനി ഞാൻ ചുമ്മാ കുറച്ച് ഫയൽസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ടച്ച് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലെ. അപ്പോൾ ചുമ്മാ nikhil.txt എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് കുറച്ച് കണ്ടന്റ് ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്യാൻ പോകുന്നതാണ്. ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യണത് വിം എന്ന് പറയുന്ന എഡിറ്ററാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 2ാമത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ nikhil.txt ഉണ്ടാക്കി, എൻ്റെ അതിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞത് ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് പെർമിഷൻ എങ്ങനെ മാറ്റണമെന്ന് നോക്കാം. ഇപ്പോൾ ലിനക്സിൽ പെർമിഷൻ മാറ്റാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് chmod എന്ന് പറയുന്ന കമാൻഡാണ്, ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ chmod തന്നെ 2 രീതിയിൽ നമുക്ക് പെർമിഷൻ സെറ്റ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് സിംബോളിക് മോഡും, രണ്ടാമത്തത് ന്യൂമറിക് അല്ലെങ്കിൽ ഒക്ടൽ മോഡും. അപ്പോൾ ഈ സിംബോളിക് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾസ് പോലെയാണ്. അപ്പോൾ അതിനകത്ത് 4 ടൈപ്പ് എൻറ്റിറ്റികൾക്കാണ് പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യത്തേത് യൂസറിന് U എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും, ഗ്രൂപ്പിന് G എന്ന് പറഞ്ഞ ക്യാരക്ടറും, അതേഴ്സിന് O എന്ന് പറഞ്ഞ ക്യാരക്ടറും, പിന്നെ എല്ലാവർക്കായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ A എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്.
ഇനി പെർമിഷൻസ് നമുക്ക് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ പ്ലസ് സിമ്പിൾ വെച്ച് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി പെർമിഷൻസ് കളയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈനസ് സിമ്പിൾ വെച്ചിട്ട് അത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇനി ഈക്വൽ ഇതേ പെർമിഷൻ മതിയെന്നാണെന്നുണ്ടെങ്കിൽ ഈക്വൽ സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതേ പെർമിഷൻ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് പെർമിഷൻസ് നമ്മുടെ ഫയലിൽ സെറ്റ് ചെയ്ത് നോക്കി നോക്കാം. അതിന് തന്നെ നമുക്ക് ഓൾറെഡി ഫയലിൽ ഏതൊക്കെ പെർമിഷൻസ് നോക്കാം. അപ്പോൾ -l വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഫയൽ ആയതുകൊണ്ടാണ് ആദ്യത്തെ ഹൈഫൺ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. പിന്നെ യൂസറിന് റീഡ് റൈറ്റ് പെർമിഷൻ്റെ എക്സിക്യൂട്ട് ഇല്ല. ഗ്രൂപ്പിന് റീഡ് മാത്രമേ ഉള്ളൂ, റൈറ്റ് എക്സിക്യൂട്ടും ഇല്ല. അതേഴ്സിനും റീഡ് മാത്രമേ ഉള്ളൂ, റൈറ്റ് എക്സിക്യൂട്ടും ഇല്ല. ആൻഡ് ഇതിൻ്റെ ഓണർ നിഖിലാണ്, ഗ്രൂപ്പും നിഖിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി യൂസറിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ chmod എന്നിട്ടാണ് നമ്മൾ സിംബോളിക്കായിട്ട് പറയണം. അതായത് യൂസറിന് പ്ലസ് എക്സിക്യൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ആണ് എക്സിക്യൂട്ടിനുള്ളത്. എന്നിട്ട് പിന്നെ ആ ഫയലിലെ പേരും കൂടി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി പെർമിഷൻസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്താ യൂസറിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷനും കൂടി ഉണ്ട്. ഇനി എക്സിക്യൂട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഈ പെർമിഷൻസ് സെറ്റ് ചെയ്താലേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോലുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എക്സിക്യൂട്ട് സെറ്റ് ചെയ്യണത്. ഇനി ഞാൻ എൻ്റെ ഗ്രൂപ്പിന് റൈറ്റ് പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ G+W നിഖിൽ .txt. അപ്പോൾ ഗ്രൂപ്പിന് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനും കൂടി കിട്ടി, കണ്ടില്ലേ. ഇനി എനിക്ക് അതേഴ്സിന് റീഡ് പെർമിഷൻ എടുത്ത് കളയണം, അത് നോക്കാം. chmod -r നിഖിൽ .txt. അപ്പോൾ അതേഴ്സിന് റീഡ് പെർമിഷൻ ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. ഇനി -l ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അതേഴ്സിനുള്ള റീഡ് പെർമിഷൻ പോയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ എല്ലാത്തിനും കൂടി സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് പെർമിഷൻ. അപ്പോൾ chmod ഓൾ യൂസേഴ്സിന് എനിക്ക് വേണ്ട പെർമിഷൻ റീഡ് റൈറ്റ്. ഇപ്പം ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും റീഡും റൈറ്റും പെർമിഷൻ കിട്ടും. ഇനി -l അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം എല്ലാവർക്കും റീഡ് റൈറ്റ് പെർമിഷൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ chmod കമാൻഡ് വെച്ചിട്ട് സിംബോളിക്കായിട്ട് ഇങ്ങനെയാണ് മോഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പെർമിഷൻസ് മാറ്റുന്നത്. അടുത്ത നമുക്ക് ഒക്ടൽ മോഡ് വെച്ചിട്ട് എങ്ങനെ പെർമിഷൻ സെറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ഒക്ടൽ മോഡിൽ നമുക്ക് 3 നമ്പേഴ്സ് മതി പെർമിഷൻസ് പറയാൻ വേണ്ടി. ഇതാണ് ജനറലി യൂസ് ചെയ്യുന്ന ഒരു പെർമിഷൻ സെറ്റ് ചെയ്യാനുള്ള രീതി. ആൻഡ് ഈ 3 നമ്പറുള്ളത്, ആദ്യത്തെ നമ്പർ യൂസറിൻ്റെ പെർമിഷൻ, രണ്ടാമത്തെ നമ്പർ ഗ്രൂപ്പിൻ്റെ പെർമിഷൻ, ആൻഡ് മൂന്നാമത്തെ നമ്പർ അതേഴ്സിൻ്റെ പെർമിഷൻ. ഇനി ഓരോ നമ്പറിലും എങ്ങനെയാണ് നമുക്ക് പല പെർമിഷൻസ് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ റീഡ് എന്ന് പറയുന്ന പെർമിഷൻ്റെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പെർമിഷനും ഓരോ വാല്യൂ ഉണ്ട്. റീഡിൻ്റെ വാല്യൂ 4 ആണ്, ആൻഡ് റൈറ്റിൻ്റെ വാല്യൂ 2 ആണ്, എക്സിക്യൂട്ടിൻ്റെ വാല്യൂ 1 ആണ്, ഒരു പെർമിഷൻ അല്ലെങ്കിൽ 0 ആണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ പെർമിഷൻസ് കൊടുക്കണം. അപ്പോൾ റീഡും റൈറ്റിന് പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടുക അതിൻ്റെ വാല്യൂ. ഇപ്പോൾ 4 + 2 6 ആയിരിക്കും നമുക്ക് റീഡും റൈറ്റും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പറയേണ്ടത്. ആൻഡ് എക്സിക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ 1. അപ്പോൾ ഇത് 3 നമുക്ക് ഏതൊക്കെ പെർമിഷൻ വേണോ അതിൻ്റെ വാല്യൂസ് ആഡ് ചെയ്തിട്ട് പറയാം. അതാണ് ഓരോ ഡിജിറ്റും. അപ്പോൾ 3 ഡിജിറ്റ് ഉണ്ടാവും, ഓരോ ഡിജിറ്റിലും പെർമിഷൻ ഉണ്ടാവും. അതിൻ്റെ വാല്യൂസ് റീഡ് 4, റൈറ്റ് 2, എക്സിക്യൂട്ട് 1, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 0. അപ്പോൾ നമുക്കിനി അത് വെച്ചിട്ട് നമ്മുടെ ഫയലിലെ പെർമിഷൻ ഒന്ന് മാറ്റി നോക്കാം ഒക്ടൽ മോഡിൽ. അപ്പോൾ എനിക്കിപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ട് ഈ ഫയലിന് എല്ലാവർക്കും റീഡ് റൈറ്റ് പെർമിഷൻ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് യൂസറിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് വേണം, ഗ്രൂപ്പിന് റീഡ് റൈറ്റ് തന്നെ മതി, ആൻഡ് അതേഴ്സിന് എനിക്ക് റീഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോണത് chmod. അപ്പോൾ ആദ്യത്തേന് ആലോചിക്കുക, എനിക്ക് യൂസറിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് വേണം. അപ്പോൾ 4 + 2 + 1 അപ്പോൾ 7 കൊടുത്തു ഞാൻ. ഇനി ഗ്രൂപ്പിന് എനിക്ക് റീഡും റൈറ്റും വേണം. അപ്പോൾ ഞാൻ 4 + 2 6 കൊടുത്തു. ഇനി അതേഴ്സിന് എനിക്ക് റീഡ് മാത്രം മതി, റീഡിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 ടൈപ്പ് ചെയ്തു, എന്നിട്ട് ആ ഫയലിലെ പേര് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ടൈപ്പ് ചെയ്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ്റെ യൂസറിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഗ്രൂപ്പിന് റീഡ് റൈറ്റ് കിട്ടി, ആൻഡ് അതേഴ്സിന് റീഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ഒക്ടൽ മോഡിൽ പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഈ ഓണറും ഗ്രൂപ്പും എന്ന് പറഞ്ഞല്ലോ ഒരു ഫയലിന് ഉണ്ടാവണ, ഫയലിൻ്റെ ഓണറായിട്ടുള്ള യൂസറും ഗ്രൂപ്പും, അത് മാറ്റണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം എൻ്റെ ഫയലിലെ ഓണറും ഗ്രൂപ്പും നിഖിൽ തന്നെയാണ്. അപ്പോൾ ഓണർ മാറ്റാനുള്ള കമാൻഡാണ് chown എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിഖിൽ എന്ന് പറയുന്ന യൂസർ മാറ്റിയിട്ട് റൂട്ട് യൂസറിന് ഈ ഫയൽ കൊടുക്കണം. അപ്പോൾ chown root നിഖിൽ .txt ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സൂഡോ കമാൻഡ് അടിക്കാം. അപ്പോൾ സൂഡോ chown
റൂട്ട് നിഖിൽ ഡോട്ട് txt. അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്തതിൻ്റെ പാസ്വേഡ് പിന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്തു. എന്നിട്ട് നോക്കുന്ന സമയത്ത് കാണാം ഇപ്പം ഇതിൻ്റെ ഓണറായിട്ടുള്ള യൂസർ നിഖിൽ മാറിയിട്ട് ഇപ്പോൾ റൂട്ടായി. ഇനി ഗ്രൂപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ള കമാൻഡാണ്. അപ്പോൾ അത് റൂട്ടിലേക്ക് മാറ്റണമെന്ന് നമുക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി സൂഡോ കമാൻഡ് യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം യൂസർ സെക്ഷനിൽ നോക്കിയതുപോലെ. അപ്പോൾ സൂഡോ ഗ്രൂപ്പ് grp ആണ് കമാൻഡ്. ഗ്രൂപ്പിൻ്റെ പേര് പിന്നെ ആ ഫയലിൻ്റെ പേര്. അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നോക്കുമ്പോൾ ഗ്രൂപ്പും മാറി ഇപ്പോൾ റൂട്ടായി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫയലിൻ്റെ ഓണറായിട്ടുള്ള യൂസറിനെയും ഗ്രൂപ്പിനെയും മാറ്റാൻ പറ്റണത്. പിന്നെ വേണമെന്നെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് യൂസറും ഗ്രൂപ്പും മാറ്റാം. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കാം. റൂട്ടാണ് യൂസറും ഗ്രൂപ്പും. ഇനി സൂഡോ ഓൺ വെച്ചിട്ട് നമുക്ക് രണ്ടും മാറ്റാം. അപ്പം യൂസർ : ഗ്രൂപ്പ് കൊടുക്കാം. എന്നിട്ട് ഫയലിനെയും കൊടുത്താൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് യൂസറും ഗ്രൂപ്പും ഓൺ വെച്ച് തന്നെ മാറ്റാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ യൂസറും ഗ്രൂപ്പും ഇപ്പോൾ നിഖിൽ തന്നെ ഈ നിഖിൽ .txt എന്നുള്ള ഫയലുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ലിനക്സിലെ പെർമിഷൻസിനെ പറ്റിയിട്ട്. അപ്പം നമുക്ക് ഇന്ന് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ലിനക്സ് യൂസേഴ്സ് എന്നാണ് നോക്കി. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ യൂസറിനെ പറ്റി പഠിച്ചു. ആൻഡ് നോർമൽ യൂസേഴ്സിന് റൂട്ടിൻ്റെ പെർമിഷനോട് കൂടി കുറച്ച് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് സൂഡോ എന്നുള്ളൊരു കമാൻഡ് നമ്മൾ നോക്കി. പിന്നെ ഗ്രൂപ്പ്സ് എന്നത് പഠിച്ചു. ആൻഡ് ഒരു യൂസറിൻ്റെ ഗ്രൂപ്പ് അറിയാനുള്ള ഗ്രൂപ്പ്സ് എന്നുള്ള കമാൻഡും ID എന്നുള്ളൊരു കമാൻഡ് നോക്കി. പിന്നെ UID എന്നുള്ള യൂസർ IDയും GID എന്നുള്ള ഗ്രൂപ്പ് IDയും നമ്മൾ ആ കമാൻഡിൻ്റെ ഔട്ട്പുട്ടിൽ കണ്ടു. പിന്നെ പെർമിഷൻസ് ആണ് പഠിച്ചത്. 3 പെർമിഷൻസ് ആണ്: റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. പിന്നെ അത് 3 ആളുകൾക്കാണ് അസൈൻ ചെയ്യുന്നത്: യൂസർ, ഗ്രൂപ്പ് ആൻഡ് അതേഴ്സ്. അത് ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡാണ് chmod. അതിന് 2 മോഡ് ഉണ്ട്: സിംബോളിക് മോഡ് അല്ലെങ്കിൽ ഒക്ടൽ മോഡ് അല്ലെങ്കിൽ ന്യൂമറിക് മോഡ്. പിന്നെ ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടി chmod എന്നുള്ള കമാൻഡ്. പിന്നെ ഗ്രൂപ്പ് മാറ്റാൻ വേണ്ടി grp എന്നുള്ളൊരു കമാൻഡ്. ആൻഡ് on വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പും ഓണറിനെ ഒരുമിച്ച് മാറ്റാനും നമ്മൾ നോക്കിയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ലിനക്സിലെ പെർമിഷൻസിലേക്കുള്ള ഒരു ബേസിക് ഇൻട്രഡക്ഷൻ. ഈ പെർമിഷൻസ് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ലിനക്സ് സിസ്റ്റം മാനേജ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്നും പഠിച്ച കമാൻഡ്സിൻ്റെ ഒക്കെ മാനുവൽ പേജിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആർട്ടിസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് നിഖിൽ സൈനിങ് ഓഫ്. ഹാപ്പി കോഡിംഗ്.